സാറേ ഞാൻ കേട്ടോ സാറേ എന്റെ അതായത് സാറിന്റെ പീഡിയിലെ എന്റെ ഡിപ്പാർട്ട്മെന്റ് എത്ര പേരുണ്ടാവും DOJ ഇൻക്ലൂഡഡ്? ഒരു 100 പീപ്പിൾസ്. 100? സാറേ അല്ല സാറേ ഞാൻ 100 പീപ്പിൾസ് എങ്ങനെ പോലും വരത്തില്ല സാറേ. ഉറപ്പായിട്ട് വരത്തില്ല. പീഡിക്കകത്ത് തന്നെ 60 ഉണ്ട്. അവന്മാരൊക്കെ ഇവിടെ ഇല്ലാന്നേ ഉള്ളൂ. ടോട്ടലി 60 ഉണ്ട്. ഓക്കെ സാറേ എന്നാ ഞാൻ കാര്യം പറയട്ടെ, എനിക്കൊരു 250 ബാക്കപ്പ് ഉണ്ടാവും ആൾക്കാര്. 250? ദാറ്റ്സ് നൈസ്. നല്ലതല്ലേ ഇതൊക്കെ? സാർ അപ്പോ മാച്ച് ചെയ്യാൻ പോലും പറ്റത്തില്ല സാർ. ഇപ്പൊ എനിക്ക് മാച്ച് ചെയ്യണ്ട. അല്ല സാറേ ഞാൻ പറഞ്ഞു, ഇപ്പൊ സാർ എന്നെ ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാച്ച് ചെയ്യാൻ പറ്റാത്ത അത്രയും ബാക്കപ്പ് എനിക്കുണ്ട്. അപ്പോ വെറുതെ ഒരു വാക്ക് തർക്കമോ ഒരു കയ്യേറ്റോ ആയാൽ പോലും തന്നെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ ജീവനാണ് നഷ്ടപ്പെടുന്നത്. ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊടാൻ പോലും പറ്റത്തില്ല. എന്റെ പൊന്നുചന്ദ്രൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ സിറ്റിയുടെ പോപ്പുലേഷൻ എത്രയാ? 500+ അല്ലേ? ഈ 500+ ഹാൻഡിൽ ചെയ്യാൻ ഇവിടെ ഉള്ള പീഡി എന്ന് പറയുന്നത് കൂടിപ്പോയ 20 പേര് കൂടുതൽ കാണത്തുള്ളൂ അറ്റ് എ ടൈം. ഓക്കെ, എന്നിട്ട് ഞങ്ങൾ ഇത് റിസ്ക് എടുത്ത് നിൽക്കുന്നത് എന്തുകൊണ്ടാ? ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈഫ് അല്ല ഇമ്പോർട്ടന്റ്. അത് മനസ്സിലായി സാറേ, അത് മനസ്സിലായി സാറേ. എന്തൊക്കെ പറഞ്ഞാലും സാറിന്റെ അതേ മൈൻഡ് സെറ്റ് അല്ല ബാക്കിയുള്ളവർക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടാവൂലേ? മേ ബി ഉണ്ടായിരിക്കാം, പക്ഷെ എന്നെ പോലത്തെ കുറച്ചെങ്കിലും ഇവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് സാറേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഇത്രയും പേരെ സാറിന് കുരുതിക്ക് കൊടുക്കണോ? എടോ, ഞങ്ങൾ ഈ ജോലിക്ക് കയറിയത് തന്നെ എപ്പ ചാകും എപ്പ തീരുമെന്നൊന്നും ഒരു ഉറപ്പില്ലാതെയാ. ഓക്കെ, അല്ല സാറേ ഞാൻ പറഞ്ഞെന്നുള്ളൂ സാറേ, എനിക്ക് ആരെയും ഇന്റൻഷനലി ഉപദ്രവിക്കണമൊന്നുമില്ല സാറേ. പക്ഷെ എന്റെ വഴിക്ക് നേരെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഞാൻ ഉപദ്രവിക്കും. അതാണ് ഇപ്പൊ ആ ഉപദ്രവം നടത്താതിരിക്കാനല്ലേ ഞങ്ങൾ നോക്കുന്നേ. ആ സേഫ്റ്റി നമ്മൾ കൊടുക്കണ്ടേ സിറ്റിസൺസിന്? ഞങ്ങളുടെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും മേ ബി എന്റെ ഓഫീസേഴ്സിനെ ഞാൻ ഒരിക്കലും കുരുതി കൊടുക്കത്തില്ല. ഞാൻ തീർന്നിട്ട് അവന്മാരെ നിങ്ങളെ തൊടുള്ളൂ. അത് വേറെ കാര്യം. അത് നല്ല കാര്യം സാറേ, അത് സാറിന്റെ ഡ്യൂട്ടിയാണ് സാർ അത് ചെയ്യുന്നത്. ഓഫീസേഴ്സിനെ ഇപ്പൊ ചന്ദ്രൻ പറഞ്ഞില്ലേ, ചന്ദ്രന്റെ കൂടെ ഉള്ളവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ചന്ദ്രന്റെ ഉത്തരവാദിത്തം പോലെ. അതാണ് സാറേ ഞാൻ ചോദിക്കുന്നത്, ഇത്രയും പേരെ നമ്മൾ കുരുതി കൊടുക്കണോ? നമുക്കിതങ്ങ് സംസാരിച്ചങ്ങ് തീർത്താ പോരെ? കത്തിയാ